മനുഷ്യൻ മൂന്ന് കാര്യം ലം യഫ്റഹു ബിശൈഇൻ കഫറഹിഹിം ബിസലാസതി അഷ്യാ. അങ്ങനെയാണ് വാക്ക്. ഇദത്തമഅ ഇബ്ലീസ് വജുനൂദുഹു ലം യഫ്റഹു ബിശൈഇൻ കഫറഹിഹിം ബിസലാസതി അഷ്യാ. എഴുതി വെക്കണേ. ഇമാം ഖുശൈരിയുടെ റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്നാണ് വായിക്കുന്നത്. റളിയല്ലാഹു അൻഹു. ഇബ്ലീസ് വജുനൂദുഹു, ഇബ്ലീസും ഇബ്ലീസിന്റെ പട്ടാളവും ഒരിടത്തൊരുമിച്ച് കൂടിയാൽ ലം യഫ്റഹു, അവർ സന്തോഷിക്കാറില്ല, ബിശൈഇൻ ഒന്നുകൊണ്ടും, കഫറഹിഹിം അവരുടെ സന്തോഷം പോലെ, ബിസലാസത്തി അഷ്യാ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കുന്ന അത്ര മറ്റൊരു കാര്യം കൊണ്ടും അവർ സന്തോഷിക്കാറില്ല. ഏതാണ് മൂന്ന് കാര്യം? ഒന്ന്, റജുലുൻ മുഅ്മിനുൻ ഖതല മുഅ്മിനൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനെ കൊന്നിട്ടുണ്ട് എന്ന വാർത്ത അവരെ വല്ലാതെ സന്തോഷിപ്പിക്കും. ഒന്ന്. രണ്ട്, റജുലുൻ യമൂതു അലൽ കുഫ്രി ഔ മാത അലൽ കുഫ്രി, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇതാ കാഫിറായി തന്നെ, ഒരാൾ മുഅ്മിനല്ല, ഒരാൾ ഏതൊരാളായാലും വേണ്ടില്ല, മാത അലൽ യമൂതു അലൽ കുഫ്രി, അയാൾ ഇതാ കാഫിറായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത. ഇപ്പോൾ അയാളുടെ റൂഹ് പിടിക്കുന്നുണ്ട്, അയാൾ കാഫിറാണ് എന്ന വാർത്ത. അതവരെ വല്ലാതെ സന്തോഷിപ്പിക്കും. എന്തുകൊണ്ട്? അവരുടെ അധ്വാനം ഫലം കണ്ടു. മറ്റതും അവരുടെ അധ്വാനം. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയിട്ട് ഒരാളെ കൊല്ലുക. ആരാ ഫിത്ന ഉണ്ടാക്കുന്നത്? ഇബ്ലീസും പട്ടാളവും. അവരുടെ അധ്വാനം ഫലിച്ചാലാണ് ഒരു മുഅ്മിനെ കൊല്ലുക. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? വറജുലുൻ യമൂതു അലൽ കുഫ്രി, ഒരാൾ ഭൂമിയിൽ ഇപ്പോൾ അയാളുടെ റൂഹിനെ പിടിക്കുന്നുണ്ട്, മലക്കുൽ മൗത്ത്. അലൽ കുഫ്രി, അയാൾ ആരായിട്ടാ മരിക്കുന്നത്? കാഫിറായി മരിക്കുന്നു എന്ന വാർത്ത അവരെ സന്തോഷിപ്പിക്കുന്ന അത്ര മറ്റൊരു കാര്യം കൊണ്ടും സന്തോഷിപ്പിക്കാറില്ല. അത്ര സന്തോഷമായിരിക്കും. മൂന്ന്, വറജുലുൻ വഖൽബുൻ, ഒരു ഹൃദയം ഫീഹി ഖൗഫുൽ ഫഖരി, ആ ഹൃദയത്തിൽ ദാരിദ്ര്യം ഭയമുണ്ടെങ്കിൽ ആ ആളുകളെ കുറിച്ചും അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. വഖൽബുൻ ഫീഹി ഖൗഫുൽ ഫഖരി, ദാരിദ്ര്യം ഭയക്കുന്ന ഹൃദയത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. ആ ഖൽബ് നാശമായേ ജീവൻ പോകും. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളും നിരാശ ബാധിക്കരുത്. നിരാശ ബാധിച്ചവൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാഫിറോ. നിരാശ ബാധിച്ചാൽ കാഫിറോ. ഇന്നിപ്പോ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ കാഫിറാവില്ല. അത് ഹറാമാണ്. നിങ്ങൾ സുബഹി എന്ന നിസ്കാരത്തെ നിഷേധിച്ചാൽ കാഫിറാവും, ചേകനൂർ ചെയ്തതുപോലെ. അപ്പൊ കാഫിറാവും. സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിലോ ഫിസ്കാണ്, തമ്മാടിത്തരം, കുഫറല്ല. കള്ളുടിച്ചാൽ, ഇന്നലെ രാത്രി പള്ളർച്ച് കള്ളുടിച്ചു, അത് ഫിസ്കാണ്, എന്തല്ല, കുഫറല്ല. ഇന്നലെ രാത്രി വ്യഭിചരിച്ചു, നഊദു ബില്ലാഹ്, അല്ലാഹു ഇതിനെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ. ഒരാള് ഇന്നലെ രാത്രി വ്യഭിചരിച്ചു, നഊദു ബില്ലാഹ്, എങ്കിൽ അത് ഫിസ്കാണ്, എന്തല്ല, കുഫറല്ല. എന്താ കുഫർ? കുഫർ ഖുലൂദുൻ ഫിന്നാറാണ്, ശാശ്വതമായ നരകമാണ്. അല്ലാഹു തആല പിന്നെ അള്ളാഹിന്റെ കോപമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതേ സമയത്ത് നിരാശ ബാധിച്ച കഫറും يا بني اذهبوا فتحسسوا من يوسف واخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. മക്കളെ, നിങ്ങൾ യൂസുഫിനെയും ജ്യേഷ്ഠനെയും അന്വേഷിക്കി, ഇവിടെ ഇരിക്കല്ലേ, പൊയ്ക്കോളി. ആര് പറഞ്ഞു? യാക്കൂബ് നബി പറഞ്ഞു. അപ്പോഴത്തിന് യൂസുഫ് വിട്ടുപിരിഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആശമുറിയല്ലേ മക്കളെ. യൂസുഫിനെ ഇനിയും കണ്ടെത്തിയേക്കും. എത്ര കൊല്ലം കഴിഞ്ഞു? 40 years, 40 കൊല്ലം കഴിഞ്ഞു.
എന്നിട്ട് പറഞ്ഞ വാക്ക് വലാ യയഅസു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുകയില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറായ ജനതയല്ലാതെ. അപ്പോൾ ഒരാൾക്ക് മനസ്സിലായില്ലേ? വലാ യയഅസു മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ ബാധിക്കുകയില്ല ആർക്കല്ലാതെ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സൂറത്ത് യൂസുഫ്. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിരാശ ബാധിക്കണമെങ്കിൽ ആരാവണം? കാഫിറാകണം. കാഫിറാകാതെ നിരാശ ബാധിക്കൂല. ഇതൊന്നല്ല വിഷയം, നിരാശയാണ്. ഒരിക്കലും ഉണ്ടാകരുത്. നമ്മളൊരു കച്ചവടം ഇട്ടു, പൊട്ടി. രണ്ടാമത്തെ കച്ചവടം പൊട്ടി. മൂന്നാമത്തെ കച്ചവടം പൊട്ടി, കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യാ? എനിക്ക് ഇതേപോലെ എന്നാ പഠിക്കുകയില്ല, എന്റെ കാര്യം പോക്കാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. എന്തിനാ ഇതിനൊക്കെ നിരാശ ബാധിക്കുക ചെയ്യരുത്. നമുക്ക് പറ്റുന്നൊരു പണിയെടുക്കണം. അതെന്ത് പണിയാലും വേണ്ടില്ല, ഹലാലായ പണിയാകണം, അത്രയേ ഉള്ളൂ. റഹ്മത്ത് തരുന്നവൻ ആരാണ്? അല്ലാഹു. അതെപ്പോൾ തരും? എപ്പോഴും തന്നേക്കും. അവൻ തരുന്ന നേരത്തെ നമ്മൾ ഹാജരാകാതിരിക്കരുത്. ചില ഡോക്ടർമാരെ കാണാൻ വേണ്ടി ആ കൺസൾട്ടിംഗ് റൂമിന്റെ മുന്നിൽ ഒരാൾ നിൽക്കും. ഇത്ര നമ്പർ 13 എന്ന് വിളിച്ചു സിസ്റ്റർ നേഴ്സ്. അപ്പോൾ ഇയാൾ മൂത്രിക്കാൻ പോയി. അപ്പോൾ 14 കയറി. പിന്നെ ചില ആശുപത്രിയുടെ നിയമമാണ്, ഇനി അവസാനത്തെ ആളും കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. നീ 40 ആള് നോക്കാണ്ട് എന്നെ പിന്നെ നോക്കും. അവിടെ നോ, നീ അവിടെ വിളിച്ചപ്പോൾ ഹാജറില്ല എന്നതുപോലെ അവിടെ നീ ഹാജരുണ്ടാകണം. നിരാശ ബാധിക്കണ്ട. കാരണം തീരുമാനിക്കേണ്ടത് ആരാണ്? അല്ലാഹു. പിടിക്കണ്ട. അപ്പൊ ഇബ്ലീസിന്റെ പട്ടാളം ഒരിടത്ത് ഒരുമിച്ച് കൂടിയാൽ 3 കാര്യത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന അത്ര മറ്റൊരു കാര്യത്തിലും അവർക്ക് സന്തോഷം ഉണ്ടാകാറില്ല. 3 പറയും, മറക്കരുത്. 3 പറയും. 1, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കൊല്ലുക. അപ്പൊ ഒരു കൊല്ലാത്ത സന്തോഷം. കാരണം ഇതൊരു ഫിത്നയുടെ ഫലമാണ്. ഫിത്ന ഉണ്ടാക്കിയത് അവരാ. ആ ഫിത്നയുടെ അവസാനത്തെ ഫലമാണ് എന്ത്? ഒരു മുഅ്മിനെ കൊല്ലൽ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ എല്ലാത്തിനെയും ഇബ്ലീസിന്റെ ഫിത്നയാണ്. അതിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു. ആര് ജയിച്ചു? ഇബ്ലീസ് ജയിച്ചു. മുസ്ലിമീങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യമായിരുന്നു. 100% നിസ്സാര കാര്യമായിരുന്നു. 100% നിസ്സാര കാര്യമായിരുന്നു. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയും അത് നിസ്സാര കാര്യമായിരുന്നു. അതെന്തും ഒരു നിസ്സാരമല്ലാത്തൊരു കാര്യം മുസ്ലിമീങ്ങളുടെ ഇടയിൽ അടുത്ത കാലത്തൊന്നും കഴിഞ്ഞിട്ടേ ഇല്ല. ഒക്കെ നിസ്സാര. ഒരു കൂട്ടർ അടങ്ങിയാൽ തീരാവുന്ന വിഷയമാണ്. പക്ഷെ അടങ്ങിയില്ല. ആര് പണിയെടുത്തു? ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ എന്നെ തോളിൽ ഇരുത്തിയിട്ട് ഞാൻ 1 നമ്പർ ഞാൻ തന്നെ, ഞാൻ കുട്ടികളെ ഫസ്റ്റ് നമ്പർ, ഞാൻ ഈ പ്രശ്നമില്ലല്ലോ, നമ്മളൊക്കെ പണിയെടുത്തു. അപ്പോൾ നമ്മളെ തോളിൽ ആരുണ്ടായിരുന്നു? ഇബ്ലീസ്. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. 100% നിസ്സാരം. മലയാളക്കരയിൽ ഒരു 100 കൊല്ലത്തിനുള്ളിൽ നിസ്സാരമല്ലാത്തൊരു പ്രശ്നമുണ്ടായത് എൻ്റെ അറിവിലില്ല. ഒക്കെ നിസ്സാരം. ഒരു കൂട്ടരും ഉണ്ടാകുന്നാ പണി, അത് തീരും. ഞാൻ അങ്ങോട്ട് പോയി നാശാവണില്ല, തിരിച്ചു വരിക. ആർക്കാണ് പേച്ചത്? ആർക്ക് പേച്ചാൽ എന്താ? പെക്കാൻ പാടില്ലാത്ത അമ്പിയാക്കൾ മാത്രമാണ്. ബാക്കിയൊക്കെ കണക്കാണ്. അത്ര കണക്കാക്കിയാൽ മതി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിൻ്റെ പേരിൽ ഉമ്മത്തിൻ്റെ ആയുസ്സങ്ങൾ നഷ്ടപ്പെട്ടു വലിയൊരു കാലം. അതിൻ്റെ പേരിൽ കൊലപാതകങ്ങളും നടന്നു. ആരാണ് അവിടെ ജയിച്ചത്? ഇബ്ലീസ്. സന്തോഷിക്കൂല. രണ്ടാമത്തെ കാര്യം മനസ്സിലാവേണ്ട ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, ഒരാൾ കുഫറിലായി മരിക്കുക, അത് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കും. അവരെ അധ്വാനത്തിന് ഫലം കാണുകയാണ്. മൂന്നാമത്തെ കാര്യം, വഖൽബുൻ, ഒരു ഹൃദയം, ഒരു വ്യക്തി എന്നല്ല അവിടെ പറയുന്നത്. വഖൽബുൻ, ഒരു ഹൃദയം. ഫീഹി ഖൗഫുൽ ഫഖരി, ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ദാരിദ്ര്യത്തെ പേടിയുണ്ടെങ്കിൽ പേടിക്കുന്ന വേണ്ട. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ.
ഈ ഭൂമിയിൽ ഏതൊരു ജീവിക്കും റിസ്ക് കൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട്. അത് റിസ്ക്കായിരിക്കും, മന്തിയാവില്ല. എനിക്ക് മന്തി കിട്ടണമെന്ന് വാശി. അള്ളാഹ് മന്തി ഏറ്റിട്ടില്ല. എന്തേറ്റു? റിസ്കേറ്റു. മന്തി ഏറ്റിട്ടില്ല. നമ്മൾ റിസ്ക്കിനെ മന്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്. റിസ്ക്കാണ്, പക്ഷെ നമുക്ക് റിസ്ക് മന്തിയായിട്ടുണ്ട് കിട്ടും. അതാണ് പ്രശ്നം. റിസ്ക് നെയ്ക്കഞ്ഞിയായിട്ട് കിട്ടണം. നെയ്ച്ചോറ് അരിൻ്റെ ഉള്ളിൽ വെള്ളം പറന്ന് കഞ്ഞിയാക്കി അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒലിച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്. കാസർഗോട്ടെ ഒരു തരം കഞ്ഞിയാണ്, നെയ്ക്കഞ്ഞി എന്ന് പറയും. റമളാൻ മാസത്തിലൊക്കെ സ്ഥിരം ഉണ്ടാവും. അപ്പം നെയ്ക്കഞ്ഞി നല്ല രസം കുടിക്കാൻ. അള്ളാഹു നെയ്ക്കഞ്ഞി ഏറ്റിട്ടില്ല. എന്ത് ഏറ്റിട്ടുണ്ട്? റിസ്ക്. അത് ചിലപ്പോൾ ചക്ക ആയിരിക്കും. കൊറോണ കാലത്തെ റിസ്ക് എന്തായിരുന്നു? ചക്ക ആയിക്കോട്ടെ, അത് ഏറ്റിട്ടുണ്ട്. റിസ്ക് ഏറ്റിട്ടുണ്ട്, മന്തി ഏറ്റിട്ടില്ല. പിന്നെ ഈ പേടിക്കണം എന്തിനാ? എന്തിനാ പേടിക്കുന്നത്? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണം. അള്ളാഹു ഏറ്റിട്ടുണ്ട്. അതിന് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ കാഫിർ എന്നോ മുവഹിദ് എന്നോ വ്യത്യാസമോ ഇല്ല, ആർക്കും ഇല്ല. വമാമിൻ ദാബ്ബ അല്ലദീ യദുബ്ബു അലൽ അർളി ഫഹുവ ദാബ്ബ അല്ലദീ യദുബ്ബു അലൽ അർളി. ഇങ്ങനെ ഒന്ന് ചലിക്കുക. പരമാണുവിനൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ അത് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? തന്മാത്രയുടെ ഉള്ളിലുള്ള പരമാണുക്കളുള്ള ആറ്റംസിന് ഭക്ഷണം വേണമെങ്കിൽ, എനിക്കറിയില്ല, വേണമെങ്കിൽ അതാര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. നീലത്തിമിംഗലത്തിന് ഭക്ഷണവും അള്ളാഹു തന്നെ കൊടുക്കും. നീലത്തിമിംഗലം എന്ന് പറഞ്ഞാൽ എന്താ? നീലത്തിമിംഗലം ഒരു സാധാരണ നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ 40 പൂർണ്ണകായ ആനകളെ കൊള്ളും. അതാണ് നീലത്തിമിംഗലം. പഠിച്ചോക്കി. ഓഷ്യാനോളജി പഠിക്ക്. ഞാൻ വെറുതെ പറയല്ല, ഒക്കെ പഠിച്ച് പറയാ. ഇതൊക്കെ പഠിച്ചു പറയാ, വെറുതെ പറയല്ല. എന്താ പറഞ്ഞത്? ഒരു സാധാരണ നീലത്തിമിംഗലത്തിന് വയറ് നിറയണമെങ്കിൽ എത്ര അളവിൽ തിന്നണം? 40 ആന ഇങ്ങോട്ട് കൂട്ടിയ അത്ര തിന്നാലേ നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ അൽഹംദുലില്ലാ എന്ന് പറയുള്ളൂ. 40 ആന എങ്ങനെയുണ്ട്? ഇതാണ് നീലത്തിമിംഗലം. അതിന് ഭക്ഷണം ആര് കൊടുക്കും? അല്ലാഹ്. അലയാഴിയുടെ അടിയിലല്ലേ ഭക്ഷണം ഉണ്ടല്ലോ. പരമാണു ആറ്റംസിന് ഭക്ഷണം വേണമെങ്കിലും ആര് കൊടുക്കും? അല്ലാഹ്. നീലത്തിമിംഗലത്തിന് ഭക്ഷണം വേണമെങ്കിലും അല്ലാഹ്. എന്തിനു പിടിക്കുന്നത്? പിന്നെ ഈ 1.5 ഫൂട്ടില്ല, 1.5 ഫൂട്ടില്ല, 1.5 ഇഞ്ചില്ല ഈ വയറ്. ഈ എന്തിനു പേടിക്കുന്നു? ദാബത്തിന്റെ പരിധിയിൽ നീലത്തിമിംഗലവും പെട്ടു, പരമാണു ഉണ്ടെങ്കിൽ അതും പെട്ടു. ചലിക്കാനാവുന്ന എന്തും അതിനൊക്കെ ദാബത്ത് എന്ന് പറയും. ഒക്കെ മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ഇന്നലെ ഒരു കിതാബ് ഇങ്ങനെ പഠിച്ചപ്പോൾ ഇത്